ഏവർക്കും റിയാസ് ട്രാവൽ ഡയറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള എൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ തുടരുന്നു. യാത്രയുടെ 8ാമത്തെ ദിവസമായ ഇന്ന് ഞാനുള്ളത് ടെൻബോച്ചെ മോണസ്ട്രിയുടെ അടുത്തുള്ള ട്രെക്കേഴ്സ് എന്ന ലോഡ്ജിലാണ്. മദൻ പറഞ്ഞതുപോലെ മനോഹരമായ കാഴ്ചകളാണ് ചുറ്റിനും. മൂടൽമഞ്ഞു കാരണം ഇന്നലെ പുറത്തെ കാഴ്ചകൾ ഒന്നും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് ടെൻബോച്ചയോട് വിട പറഞ്ഞ് ഞങ്ങൾ ഡിൻബോച്ചയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അതായത് 3860 മീറ്റർ ഉയരത്തിൽ നിന്നും 4400 മീറ്റർ ഉയരത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. അന്തരീക്ഷം തെളിഞ്ഞതുകൊണ്ട് ഇന്ന് ടെൻബോച്ചയുടെ ഭംഗി സുന്ദരമായി കാണാം. ടെൻബോച്ചയിൽ നിന്നുള്ള ഹിമാലയൻ മലനിരകളുടെ വശ്യസൗന്ദര്യം ഒന്നു വേറെ തന്നെയാണ്. അല്പം കൂടി മുമ്പോട്ടു നീങ്ങിയാൽ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മെ കാത്തിരിക്കുന്നത്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന മൗണ്ട് എവറസ്റ്റും ലോകത്തിലെ തന്നെ 4ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ ലോട്ട്സെ പർവ്വതവും ഹിമാലയത്തിലെ തന്നെ അതിമനോഹരമായ കൊടുമുടികളിലൊന്നായ അമഡബ്ലവും നമുക്ക് മുമ്പിൽ പുഞ്ചിരി തൂകി നിൽക്കുന്നതായി കാണാം. ടെൻബോച്ചെ മോണസ്ട്രി സ്ഥാപിക്കാൻ ഇതിലും ഉത്തമമായ മറ്റൊരു സ്ഥലം വേറെ ഉണ്ടാവില്ലെന്ന് തോന്നിപ്പോകും. അത്രക്കും ശാന്തമായതും കൊടുമുടികളുടെ കാഴ്ചകൾ കൊണ്ടും അനുഗ്രഹീതമാണിവിടം. നമ്മുടെ യാത്ര കൂടുതൽ ജനവാസമില്ലാത്ത മേഖലയിലേക്ക് കടക്കുകയാണ്. ഇത് ചിലപ്പോൾ ചെറുതായെങ്കിലും നമ്മുടെ മനസ്സിനെ ഭയപ്പെടുത്തിയേക്കാം. കാരണം നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് കാലാവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. AMS എന്ന മൗണ്ടൈൻ സിക്നെസ് പിടിപെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനി പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മാത്രവുമല്ല, ഇനിയങ്ങോട്ട് അവശ്യസാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയും ലഭിച്ചാൽ തന്നെ വലിയ വില നൽകേണ്ടി വരികയും ചെയ്യും. രാത്രിയിലെ മഞ്ഞുവീഴ്ച കാരണം വഴിയെല്ലാം നനഞ്ഞുകുതിർന്നു കിടക്കുകയാണ്. റോഡോഡെൻഡ്രോൺ മരങ്ങൾക്കിടയിലൂടെയാണ് വഴി കടന്നു പോകുന്നത്. ശരത്കാലമായതിനാൽ ഇലകളെല്ലാം പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ഉണങ്ങിയ ഇലകൾ ചളിയിൽ അലിഞ്ഞു ചേർന്നു കുഴമ്പുരൂപത്തിലായതു കാരണം പല ഭാഗത്തും നടന്നു പോകാൻ അല്പം ബുദ്ധിമുട്ടി. 11.5 കിലോമീറ്റർ ദൂരമുണ്ട് ടെൻബോച്ചയിൽ നിന്നും ഡിൻബോച്ചയിലേക്ക്. ഈ ദൂരം നടന്നെത്താൻ ചുരുങ്ങിയത് 6-7 മണിക്കൂർ വേണ്ടിവരും. 4000 മീറ്ററിലധികം ഉയരത്തിൽ എത്തുന്നതിനാൽ നാളെ ഡിൻബോച്ചയിൽ അക്ലിമൈറ്റൈസേഷന്റെ ഭാഗമായി ഒരു ദിവസം താമസിക്കാനുണ്ട്. ഇത് AMS അഥവാ അക്യൂട്ട് മൗണ്ടൈൻ സിക്നെസ് പിടിപെടാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ്. തലവേദന, ഛർദി, വിശപ്പില്ലായ്മ, വിശ്രമിക്കുമ്പോഴുമുള്ള ക്ഷീണം, ദേഹാസ്വാസ്ഥ്യം, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, തലകറക്കം എന്നിവയാണ് AMSന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. AMS പിടിപെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ സ്ഥലത്തു നിന്നും മലയിറങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുകയും മരണം വരെ സംഭവിക്കാവുന്നതുമാണ്. ഓക്സിജന്റെ അഭാവം മൂലം സംഭവിക്കുന്ന AMSന്റെ അടുത്ത സ്റ്റേജായ പൾമണറി എഡീമ, സെറിബ്രൽ എഡീമ എന്നിവയാണ് കൊടുമുടികളിൽ പർവ്വതാരോഹകരുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം. ഞങ്ങളുടെ യാത്ര ഡിബോച്ചെ എന്നൊരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഞ്ചാരികൾക്കായി ലോഡ്ജുകളും റെസ്റ്റോറന്റുകളുമൊക്കെയുള്ള ഒരു ചെറിയ ജനവാസ കേന്ദ്രമാണിത്. ടെൻബോച്ചയ്ക്കും പാംബോച്ചയ്ക്കുമിടയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3820 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ടിബറ്റിനോട് അടുക്കും തോറും സ്ഥലങ്ങളുടെ പേരുകളിൽ ഒരു ടിബറ്റൻ ശൈലി കടന്നുവരുന്നതായി കാണാം. ഉയരക്കൂടുതൽ ഉണ്ടെങ്കിലും ടെൻബോച്ചയെ അപേക്ഷിച്ച് തണുപ്പ് ഇവിടെ കുറവാണ്. കൊടുമുടികളായ എവറസ്റ്റിന്റെയും ലോട്ട്സെയുടെയും അമഡബ്ലത്തിന്റെയുമെല്ലാം 360 കാഴ്ചകൾ തന്നെയാണ് ഡിബോച്ചെ എന്ന ഈ ഗ്രാമത്തിന്റെ സവിശേഷത. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കിടക്കുന്ന ഈ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര നമ്മൾ തുടങ്ങിയിട്ട് ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഇനിയും അത്ര തന്നെ ദിവസങ്ങൾ യാത്ര ചെയ്തു വേണം നമ്മൾ ലുക്ലയിൽ തിരിച്ചെത്താൻ. ഇതുകാരണം നിങ്ങളിൽ ചിലർക്കെങ്കിലും യാത്രയിൽ വിരസത അനുഭവപ്പെട്ടേക്കാം. എവറസ്റ്റിലേക്കുള്ള യാത്ര മാനസികമായ ഒരു വെല്ലുവിളി കൂടിയാണെന്ന് ഇത് തെളിയിക്കുന്നു. ഹിമാലയത്തിലേക്കുള്ള യാത്ര നമ്മിലേക്കു തന്നെയുള്ള ഒരു യാത്രയാണ്. ലൗകികമായ ചുറ്റുപാടിൽ നിന്നകന്ന് ഇവിടെ പ്രകൃതിയും നമ്മളും മാത്രമായി മാറും. അതുകൊണ്ടുതന്നെ ഇങ്ങനെയൊരു യാത്ര പലരുടെയും സ്വപ്നം കൂടിയായിരിക്കാം. വഴിക്ക് കുറുകെയായി മനോഹരമായ ഒരു അരുവി താഴെക്കൊഴുകും. ഇതിന് കുറച്ചകലെയായി ഒരു ഓൾഡ് നൺസ് മോണസ്ട്രിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. വഴി വീണ്ടും റോഡോഡെൻഡ്രോൺ തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശത്തിലേക്കു കടന്നു. ട്രെക്കിംഗ് പൂർത്തിയാക്കി വരുന്ന സഞ്ചാരികൾ ഞങ്ങളെ കടന്നു പോകുന്നുണ്ട്.
കുറച്ചു ദൂരം കൂടി പോയപ്പോൾ മുമ്പെന്നോ വലിയ രീതിയിൽ ലാൻഡ് സ്ലൈഡിംഗ് നടന്നതിൻ്റെ അടയാളങ്ങൾ കാണുന്നുണ്ട്. ഭീകരമായ രീതിയിൽ മണ്ണ് താഴേക്ക് ഒലിച്ചു പോയതിൻ്റെ പാടുകൾ കാണാം. ഇത് മഴക്കാലത്ത് ഈ വഴി എത്രമാത്രം അപകടം നിറഞ്ഞതാണെന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് നമുക്ക് തരുന്നത്. വഴിയിലുടനീളം വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഇവിടെ വഴിയുടെ മധ്യത്തിലായി ഒരു മതിൽ പോലെ കാണാം. അവയിൽ കരിങ്കൽ പാളികളിൽ ബുദ്ധമന്ത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുകയാണ്. മണിസ്റ്റോണുകൾ, മണിവാളുകൾ എന്നിങ്ങനെയാണ് ഇവ അറിയപ്പെടുന്നത്. മുമ്പോട്ടു പോകുംതോറും പല ഭാഗത്തും മണ്ണിടിഞ്ഞു പോയ അടയാളങ്ങൾ കാണാം. താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവി ഒരുപക്ഷെ മഴക്കാലത്തു കരകവിഞ്ഞു ഒഴുകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഹിമപാതം സംഭവിക്കുന്നതാവാം. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും പെയ്തിറങ്ങുന്ന ജലം താഴേക്ക് കുത്തിയൊലിച്ചു വന്നേക്കാം. അതുകൊണ്ടൊക്കെയാവും മൺസൂൺ സമയത്ത് ഇവിടെ ട്രെക്കിംഗ് നിർത്തിവെക്കുന്നത്. മനോഹരമായ ഈ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര നമ്മുടെ കണ്ണിനും മനസ്സിനും ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് നൽകുന്നത്. അല്ലെങ്കിലും ഹിമാലയത്തിലേക്കുള്ള യാത്ര മനുഷ്യർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു എനർജി നൽകുന്നതാണ്. ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്തു മുന്നേറാൻ ഹിമാലയം നമ്മെ പഠിപ്പിക്കുന്നു. വഴി മനോഹരമായ ഒരു പ്രദേശത്തേക്ക് തിരിയുകയാണ്. ഇംജഖോല എന്നാണ് ഈ പ്രദേശത്തിൻ്റെ പേര്. ഇവിടെ ഒരു തൂക്കുപാലവും മലമുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന നയനമനോഹരമായ ഒരു വെള്ളച്ചാട്ടവും കാണാൻ കഴിയും. ഇംജഖോല നദിയുടെ കുറുകെയാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും അമഡബ്ലം കൊടുമുടിയുടെ വിദൂര കാഴ്ച കാണാം. മനോഹരമായ ചിത്രങ്ങൾ പകർത്താനുള്ള ഒരിടം കൂടിയാണിവിടം. അതുകൊണ്ടുതന്നെ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരിടം കൂടിയാണിത്. പ്രധാനമായും മഞ്ഞുരുകിയ ജലത്താൽ രൂപം കൊണ്ട ഇംജാത്ഷോ തടാകത്തിൽ നിന്നാണ് ഈ നദിയുടെ ഉത്ഭവം. ഇത് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഡിംബോച്ചെ ഗ്രാമത്തിലൂടെ ഒഴുകി പിന്നീട് കുംബുവിൽ നിന്ന് തെക്കോട്ടൊഴുകുന്ന ലൊബുച്ചെ നദിയുമായി ലയിക്കുകയും അതിനുശേഷം ടെംബോച്ചെ ഗ്രാമത്തിലൂടെ ദൂദ്കോഷി നദിയിൽ ചെന്നു സംഗമിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ആ തൂക്കുപാലം കടന്നു മറുകരയിലെത്തി. കല്ലുകൾ കൊണ്ട് പടുത്തുയർത്തിയ വഴി അങ്ങു ദൂരം വരെ കാണാം. ഒരു സമയത്ത് ഇടിഞ്ഞു വീണു തകർന്ന പല ഭാഗങ്ങളും ഇപ്പോൾ പടുത്തുയർത്തി സഞ്ചാരയോഗ്യമാക്കിയതാണെന്ന് മദൻ പറയുന്നു. ഖുംബു മേഖലയിലെ ജനജീവിതം എവറസ്റ്റ് ടൂറിസത്തെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള വഴികളും പാലങ്ങളും തകരാതെ നോക്കേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതിമനോഹരമായ കാഴ്ചകൾ കൊണ്ട് അനുഗ്രഹീതമാണിവിടം. ഭംഗിയുള്ള കാഴ്ചകൾ നമ്മൾക്ക് കൂടുതൽ ഊർജം പകരുകയും മുമ്പോട്ടു നടക്കാൻ നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കുകയും ചെയ്യുന്നു. ഇനിയങ്ങോട്ടുള്ള പ്രധാനമായ കാഴ്ച അമഡബ്ലമാണ്. 3-4 ദിവസം നമ്മുടെ യാത്രയിൽ മറഞ്ഞിരുന്ന ഈ കൊടുമുടി ഇന്ന് നല്ല വ്യക്തതയോടെ കാണാം. ചെറുതും വലുതുമായ 2 ഉയരത്തിലുള്ള പീക്കുകളാണ് അമഡബ്ലത്തിനുള്ളത്. അമ്മയും കുഞ്ഞും എന്നാണ് അമഡബ്ലം എന്ന പേരിൻ്റെ അർത്ഥം. കുഞ്ഞിനെ കൈകളിലേന്തിയ അമ്മയുടെ രൂപമായതിനാലാണ് ഈ പർവ്വതത്തിന് ഇങ്ങനെയൊരു പേര് ലഭിക്കുന്നത്. അമഡബ്ലത്തിൻ്റെ ഏറ്റവും ഉയർന്ന പീക്ക് സമുദ്രനിരപ്പിൽ നിന്നും 6812 മീറ്റർ ഉയരത്തിലാണ്. ഉയരം കുറഞ്ഞ രണ്ടാമത്തെ പീക്കിന് 6170 മീറ്റർ ഉയരവുമുണ്ട്. എവറസ്റ്റിനേക്കാൾ ഉയരം കുറഞ്ഞ കൊടുമുടിയാണെങ്കിലും കീഴടക്കാൻ വളരെ പ്രയാസമുള്ള കൊടുമുടികളുടെ കൂട്ടത്തിലാണ് അമഡബ്ലത്തിൻ്റെ സ്ഥാനം. അമഡബ്ലം ഒരു ടെക്നിക്കൽ ക്ലൈംബിംഗ് മൗണ്ടെയിൻ കൂടിയാണ്. ഒരുപാട് വെർട്ടിക്കൽ ക്ലൈംബിംഗ് ഏരിയകൾ ഉള്ളതുകൊണ്ട് അതിസാഹസികരായ പർവ്വതാരോഹകർ മാത്രമേ അമഡബ്ലം കീഴടക്കാൻ തുനിയാറുള്ളൂ. മാത്രവുമല്ല പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി കൂർത്തതും നേരിയതുമാണ്. ഇനിയങ്ങോട്ട് വലിയൊരു കയറ്റം തന്നെയാണ്. ഈ പടവുകൾ കയറി മുകളിലെത്തിയാൽ പാമ്പോച്ചെ എന്ന ഗ്രാമത്തിലേക്കുള്ള ഒരു കവാടമുണ്ട്. വഴിയിൽ സ്ഥാപിച്ച ബുദ്ധസ്തൂപങ്ങൾ ആ പ്രദേശത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. 4 ദിശകളിലേക്കുമായി ഈ 2 കണ്ണുകൾ വരച്ചിട്ടുള്ള ഈ സ്തൂപങ്ങൾ ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. 2 ജോഡികൾക്ക് മുകളിലായി ഒരു കണ്ണുകൂടിയുണ്ട്. ഇത് ജ്ഞാനത്തിൻ്റെ കണ്ണായും അറിയപ്പെടുന്നു. പോർട്ടർമാർ വലിയ ഭാരങ്ങൾ ചുമന്ന് വേഗതയിൽ തന്നെ ഞങ്ങളെ കടന്നു പോകുന്നുണ്ട്. പോർട്ടർമാരിൽ അധികവും അവരുടെ ട്രെക്കേഴ്സിനെ കാത്തുനിൽക്കാറില്ല. ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ യാത്ര ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ അവർ നമ്മുടെ ലഗേജുകളുമായി അതിരാവിലെ പുറപ്പെട്ടിരിക്കും. നമ്മൾ അടുത്ത സ്ഥലത്തെത്തുന്നതിനു മുമ്പ് തന്നെ നമ്മുടെ ബാഗുകൾ അവിടെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി എത്തിച്ചിരിക്കും. ഞങ്ങൾ കിതച്ചും തളർന്നും പടികൾ കയറി മുകളിലെത്തി. പാമ്പോച്ചയിലേക്കുള്ള കവാടത്തിലൂടെ മുമ്പോട്ട് പ്രവേശിച്ചു. കവാടത്തിന് നല്ല പഴക്കം തോന്നിക്കുന്നുണ്ട്. പെയിന്റിംഗ് എല്ലാം ഇളകി മണ്ണ് പുറത്തു കാണുന്ന സ്ഥിതിയിലാണ്. ആത്മീയ കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിട്ടാണ് ഇത്തരത്തിലുള്ള കവാടങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങു ദൂരെയായി പാമ്പോച്ചെ കാണുന്നുണ്ട്. പാമ്പോച്ചെ ഒരു മനോഹരമായ ഗ്രാമമാണ്. പാമ്പോച്ചയുടെ ചരിത്രത്തിന് ഖുംബുവിൻ്റെ രക്ഷാധികാരിയായിരുന്ന ലാമ സംഗ് ഡോർജയുടെ കാലത്തോളം പഴക്കമുണ്ട്.
ലാമ സംഘ ദോർജയെ തന്നെ സ്ഥാപിച്ചതായി കരുതപ്പെടുന്ന ഇവിടെയുള്ള ബുദ്ധിസ്റ്റ് കോമ്പക്കുമ്പു മേഖലയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒന്നാണ്. ഗ്രാമത്തിനു ചുറ്റുമുള്ള പഴയ ചൂരിച്ചെടികൾ ലാമയുടെ മുടിയിൽ നിന്ന് ഉദ്ഭവിച്ചതാണെന്ന് ഗ്രാമീണർ വിശ്വസിക്കുന്നു. ഇവിടെ വഴിയിൽ മനോഹരമായ ഒരു ചെറിയ വാട്ടർഫാൾസ് കാണാം. ഇന്നത്തെ ഉച്ചഭക്ഷണം പാമ്പോച്ചയിലാണ്. സ്ഥിരം ഭക്ഷണമായ ദാൽബാത്ത് തന്നെയാണ് മിക്ക ടീ ഹൗസുകളിലും ലഭിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4000 മീറ്ററിന് മുകളിലെത്തിയതുകൊണ്ട് ഭക്ഷണത്തിന് രുചി കിട്ടുകയില്ല. മാത്രവുമല്ല ഭക്ഷണത്തിനോട് മടുപ്പു തോന്നുകയും ചെയ്യാം. ഇതെല്ലാം ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെക്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ് എന്നു തന്നെ പറയാം. ഒരുപാട് ദൂരം മുമ്പോട്ട് പോവാനുള്ളതുകൊണ്ട് പാമ്പോച്ചയിൽ അധികം സമയം ചിലവഴിച്ചില്ല. ഉച്ചഭക്ഷണത്തിന് ശേഷം ഡിംബോച്ചയെ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തിരിച്ചു. അതിമനോഹരമായ ഒരു താഴ്വരയിലേക്കാണ് പാത കടന്നു ചെല്ലുന്നത്. താഴെ ഇംജാ ഖോല നദി പതഞ്ഞൊഴുകുന്നുണ്ട്. അതിൻ്റെ ഓരത്തുകൂടിയാണ് വഴി മുമ്പോട്ട് പോകുന്നത്. വഴിയുടെ അരികിലായി കരിങ്കല്ലിൽ പണിതിരിക്കുന്ന സ്തൂപങ്ങൾ കാണാം. അവ കൊടുമുടികളിൽ മരണപ്പെട്ടുപോയ പർവ്വതാരോഹകരുടെ സ്മരണക്കുവേണ്ടി നിർമ്മിച്ച സ്മാരകങ്ങളാണ്. മുമ്പോട്ടുള്ള യാത്രയിൽ ഇനിയും ഇതുപോലുള്ള ഒരുപാട് സ്തൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഓരോ സ്തൂപങ്ങൾക്കും ഓരോ മനുഷ്യരുടെ കഥകൾ പറയാനുണ്ടാവും. ഹിമാനികൾ ഉരുകി രൂപപ്പെട്ട ഇംജാ ഖോല നദി താഴെക്കൂടി ഒഴുകുന്നുണ്ട്. ഈ നദിക്കു കുറുകെ ഒരു പാലമുണ്ട്. അതു കടന്നു വേണം അമഡബ്ലം കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്താൻ. എവറസ്റ്റ് പോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സാഹസികരായ പർവ്വതാരോഹകർ അമഡബ്ലം കീഴടക്കാൻ ഇവിടെ എത്താറുണ്ട്. കഠിനമായ കാലാവസ്ഥയിലും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പ്രകൃതിയോട് മല്ലിട്ടുകൊണ്ട് ഈ കൊടുമുടികൾ കീഴടക്കുന്ന പർവ്വതാരോഹകരെ എത്ര പ്രശംസിച്ചാലാണ് മതിവരുക. വളരെ കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് അവർ ഓരോരുത്തരും ഹിമാലയൻ കൊടുമുടികൾ കീഴടക്കാൻ ഇവിടെ എത്തിച്ചേരുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളാണ് സമ്മിറ്റ് ചെയ്യാനുള്ള ക്ലിയർ വെതർ വിൻഡോയായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ മാസങ്ങളിൽ ഒരുപാട് പര്യവേക്ഷണ സംഘങ്ങളെ നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഹിമാലയൻ കൊടുമുടികളിലേക്കുള്ള ടൂറിസം നേപ്പാളിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നു. റോയൽറ്റി കുറവായതിനാലും ബേസ് ക്യാമ്പ് വരെ സഞ്ചരിക്കാവുന്ന റോഡുള്ളതിനാലും ചൈനയിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കാനുള്ള ചിലവ് നേപ്പാളിനെ അപേക്ഷിച്ചു വളരെ കുറവാണ്. ക്ലൈംബിംഗ് സീസണിൽ എവറസ്റ്റിൽ നിന്ന് മാത്രം നേപ്പാൾ സർക്കാരിന് $5.8 മില്യൺ വരുമാനം ലഭിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 4000 മീറ്ററിലധികം മുകളിലെത്തിയതുകൊണ്ട് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതായി നമ്മൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ഇതുമൂലം നടക്കുമ്പോൾ നന്നായി ക്ഷീണവും കിതപ്പും അനുഭവപ്പെടും. 4000 മീറ്ററിന് മുകളിലെത്തുമ്പോൾ പ്രധാനമായും പ്രകൃതിയിൽ കാണുന്ന മാറ്റം ഉയർന്ന മരങ്ങളുടെയും സസ്യങ്ങളുടെയും അഭാവമാണ്. 4000 മീറ്ററിന് മുകളിൽ നിലനിൽക്കുന്ന സസ്യജാലങ്ങൾ പരിമിതമാണ് എന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഉയരം കുറഞ്ഞ മരങ്ങളും കുറ്റിച്ചെടികളും മാത്രമേ ഈ കാലാവസ്ഥയിൽ നിലനിൽക്കുകയുള്ളൂ. 5000 മീറ്ററിന് മുകളിൽ എത്തുന്നതോടെ സസ്യജാലങ്ങൾ അപൂർവമായി മാത്രം കാണപ്പെടുകയും ചെയ്യുന്നു. ചുര എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4140 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. യാക്കുകളെ വളർത്തുന്ന പുൽമേടുകളാണ് ഇപ്പോൾ എൻ്റെ വലതുവശത്തായി കാണുന്നത്. അവയ്ക്ക് ചുറ്റിനുമായി കരിങ്കല്ലുകൾ കൊണ്ട് അതിർത്തികൾ നിർമ്മിച്ചിരിക്കുന്നു. അതിനുള്ളിലായി കരിങ്കല്ലിൽ തന്നെ പണിത ചെറിയ വീടുകളുമുണ്ട്. യാക്കുകളുടെ ചാണകങ്ങൾ ഉണക്കി സൂക്ഷിക്കാനുള്ളതാണിവ. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന ചാണകമാണ് വിറകിനു പകരമായി ഇവിടെ ഉപയോഗിക്കുന്നത്. ഇംജാ ഖോല നദിയുടെ ജലസ്രോതസ്സിന് കാരണമായ ഹിമാനികൾ ഉരുകിയൊഴുകി നദിയിൽ കൂടി ചേരുന്നൊരിടമാണ് ഈ കാണുന്നത്. ഇന്നത്തെ യാത്രയിലെ ഒരു പ്രധാന അട്രാക്ഷൻ കൂടിയാണിവിടം. ലോഡ്സെ, അലൻഡ് പീക്ക് പോലുള്ള വൻകൊടുമുടികളിൽ നിന്നും മഞ്ഞുരുകി താഴേക്കൊഴുകുന്ന ജലം നദിയിൽ കൂടി ചേരുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങു താഴെയായി നദിക്കു കുറുകെ ഒരു ഇരുമ്പുപാലമുണ്ട്. അത് മുറിച്ചു കടന്നു വേണം മുമ്പോട്ടു പോവാൻ. കുത്തനെയുള്ള പടവുകളിറങ്ങി വേണം പാലത്തിലെത്താൻ. പാലത്തിനടിയിലൂടെ ശക്തമായ ജലപ്രവാഹമാണ്. കൊടുമുടികളിൽ നിന്നും മഞ്ഞുരുകിയെത്തുന്ന തണുത്ത ജലം താഴോട്ട് കുത്തിയൊലിക്കുകയാണ്. പല സമയങ്ങളിലും കൊടുമുടികളിലെ മഞ്ഞുരുക്കം കാരണം ഇവിടെ ജലനിരപ്പ് ഉയരാറുണ്ടെന്നും അതുമൂലം കരയിൽ സാരമായ കേടുപാടുകൾ ഉണ്ടാവാറുണ്ടെന്നും മദൻ പറഞ്ഞു. പാലം പലപ്പോഴായി കേടുപാടുകൾ സംഭവിച്ചു മാറ്റി സ്ഥാപിക്കപ്പെട്ടതാണ്. ഇതിനു പുറമെ ശക്തമായ കാറ്റും ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നു. ഈ പാലം കടന്നു ഒരു കുന്ന് കയറിയിറങ്ങാനുണ്ട്. അവിടെ നിന്നും നോക്കിയാൽ അകലെ ഡിംബോച്ചെ ഗ്രാമം കാണാമെന്നാണ് മദൻ പറയുന്നത്. അതു കേട്ടപ്പോൾ ഒരൽപ്പം ആശ്വാസം തോന്നി. ഇന്നത്തെ ലക്ഷ്യസ്ഥാനമായ ഡിംബോച്ചയിലേക്ക് അടുക്കാറായിരിക്കുന്നു. ഒരു ട്രെക്കിംഗ് ഗ്രൂപ്പ് ഞങ്ങൾക്ക് മുമ്പിലായി കയറ്റം കയറി പോകുന്നുണ്ട്.
അവരിലധികം പേരെയും ഈ യാത്രയിൽ പലയിടങ്ങളിൽ നിന്നായി പരിചയപ്പെട്ടിട്ടുണ്ട്. അടുത്ത ക്യാമ്പായ ഡിംബോച്ചയിൽ വീണ്ടും അവരെ കണ്ടുമുട്ടാൻ ഇടയുണ്ട്. ഓക്സിജന്റെ കുറവ് മൂലം ചെറിയ കയറ്റങ്ങൾ പോലും വളരെ ആയാസത്തോടുകൂടി വേണം കയറാൻ. ഷെർപ്പകൾ വലിയ ഭാരങ്ങൾ വഹിച്ചു എനിക്ക് മുമ്പിലായി കയറിപ്പോകുന്നത് ഞാൻ വളരെ കൗതുകത്തോടുകൂടി നോക്കി നിന്നു. ഇതുവരെ ഉണ്ടായിരുന്ന പോലെയുള്ള സുഗമമായ പാതയല്ല ഇനിയങ്ങോട്ട്. ഇളകിയ പാറകളും കല്ലും ചരലും നിറഞ്ഞ വീതി കുറഞ്ഞ വഴിയാണ് മുമ്പോട്ട്. 8 ദിവസത്തെ നടത്തം കാലിൽ ചില്ലറ പരിക്കുകളും ചെറിയ വേദനകളും തന്നിട്ടുണ്ട്. പക്ഷേ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരാനുള്ള ആഗ്രഹം കൊണ്ട് അവയൊന്നും ഗൗനിക്കുന്നതേയില്ല. ഡിംബോച്ചയിൽ അക്ലിമൈറ്റൈസേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം മറ്റന്നാൾ സമുദ്രനിരപ്പിൽ നിന്നും 5000 മീറ്റർ ഉയരത്തിലുള്ള ലൊബൂച്ചയിലേക്ക് പുറപ്പെടും. അതിനടുത്ത ദിവസം എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കും എത്തിച്ചേരാമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സ്വപ്നസാക്ഷാത്കാരത്തിലേക്ക് നടന്നെടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം മനസ്സിൽ തോന്നിത്തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളാ കയറ്റം കയറി കുന്നിൻ മുകളിലെത്തി. കുന്നിൻ മുകളിൽ ഒരു പ്രയർ ഫ്ലാഗ് സ്ഥാപിച്ചിട്ടുണ്ട്. അത് ശക്തമായ കാറ്റിൽ പാറിപ്പറക്കുന്നുണ്ട്. ഫ്ലാഗിൽ ആലേഖനം ചെയ്ത ബുദ്ധമന്ത്രങ്ങൾ കാറ്റിൻ്റെ ശക്തിയിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ എത്തിച്ചേരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നിങ്ങൾ ഏതു മതവിശ്വാസികളാണെങ്കിലും മറ്റുള്ള മതവിശ്വാസികളുടെ ആരാധ്യവസ്തുക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് ഓരോ സഞ്ചാരിയുടെയും കടമയും കർത്തവ്യവുമാണ്. 7 മണിക്കൂർ നീണ്ട ഹൈക്കിങ്ങിന് ശേഷം ഇന്നത്തെ ലക്ഷ്യസ്ഥാനമായ ഡിംബോച്ചയിൽ ഞങ്ങൾ എത്തിച്ചേരാനായിരിക്കുന്നു. അങ്ങു ദൂരെയായി ഡിംബോച്ചയിലെ കെട്ടിടങ്ങൾ കാണാം. ഞങ്ങളവിടം ലക്ഷ്യമാക്കി നടന്നു. ഇന്നും നാളെയും ഇനി ഇവിടെയാണ് താമസം. സമുദ്രനിരപ്പിൽ നിന്നും 4400 മീറ്റർ ഉയരത്തിലെത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്നും മുമ്പോട്ട് പോവാൻ അക്ലിമൈറ്റൈസേഷൻ ചെയ്യേണ്ടതുണ്ട്. അതിനാണ് നാളത്തെ ഒരു ദിവസം ഇവിടെ താമസിക്കേണ്ടതിൻ്റെ ആവശ്യകത. നാളെ 5000 മീറ്റർ ഉയരത്തിലുള്ള ഒരു മലകയറി വേണം അക്ലിമൈറ്റൈസേഷൻ പൂർത്തിയാക്കാൻ. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിലെ അവസാന ഗ്രാമമായാണ് ഡിംബോച്ചെ കണക്കാക്കപ്പെടുന്നത്. ഖുംബു മേഖലയിലെ ഏറ്റവും ആകർഷകമായ ഷെർപ്പ ഗ്രാമങ്ങളിലൊന്നുകൂടിയാണ് ഡിംബോച്ചെ. സമുദ്രനിരപ്പിൽ നിന്നും 4400 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള ട്രെക്കേഴ്സിൻ്റെ രണ്ടാമത്തെ അക്ലിമൈറ്റൈസേഷൻ പോയിന്റ് കൂടിയാണ്. അമഡബ്ലം കൊടുമുടി വളരെ അടുത്തു നിന്ന് കാണാം എന്നുള്ളതുകൂടി ഡിംബോച്ചയുടെ ഒരു പ്രത്യേകതയാണ്. അത് നാളെ രാവിലെ കാലാവസ്ഥ തെളിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് മദൻ പറയുന്നത്. ധാരാളം കൃഷിയിടങ്ങളും യാക്കുകൾക്കുള്ള പുൽമേടുകളുമൊക്കെയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഡിംബോച്ചെ. സഞ്ചാരികൾക്കായി ചെറുതും വലുതുമായ ഒരുപാട് ടീ ഹൗസുകളും ഉണ്ടിവിടെ. മദൻ പതിവ് പോലെ അവൻ്റെ പരിചയക്കാരൻ്റെ ഒരു ടീ ഹൗസിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. റോയൽ സീസ ഖോല എന്നാണ് ഈ ലോഡ്ജിൻ്റെ പേര്. ഞങ്ങൾ ഗേറ്റ് കടന്നു ലോഡ്ജിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. കുറച്ചു പഴക്കം തോന്നുന്നുണ്ടെങ്കിലും അല്പം വലിയ ഒരു ലോഡ്ജ് തന്നെയാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ ഭാഗമായി ചെറിയ ഒരു തലച്ചുറ്റൽ പോലെ ഇവിടെ എത്തിയപ്പോൾ തോന്നുന്നുണ്ട്. ഇതു സാധാരണമാണെന്നും ഇന്നും നാളെയും ഇവിടെ താമസിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരം ഈ കാലാവസ്ഥയോട് പൊരുത്തപ്പെടുമെന്നും ഗൈഡ് മദൻ പറഞ്ഞു. കൂടുതൽ പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ ഉടനെ വിവരമറിയിക്കണമെന്നും മദൻ ഓർമ്മിപ്പിച്ചു. ലോഡ്ജിൻ്റെ മുകളിലാണ് റെസ്റ്റോറൻറ്റ്. അവിടെ എത്തി കുറച്ചു നേരം വിശ്രമിച്ചു. ഇവിടെ നെറ്റ്വർക്ക് കവറേജ് കുറവാണെങ്കിലും വൈഫൈ സൗകര്യം ഉള്ളത് നല്ലൊരു ആശ്വാസമായി തോന്നി. യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം.